ഇനി മുജാഹിദ് വഹാബികൾ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഷൗക്കാനി. അവിടുത്തെ തുഹഫത്തു ദാക്കിരിൻ എന്ന കിതാബിൽ പഠിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇഖ്റഉ യാസീൻ അലാ മൗതാക്കും, നിങ്ങളിൽ മരണപ്പെട്ടവരുടെ മേലിൽ സൂറത്ത് യാസീനിനെ നിങ്ങൾ പാരായണം ചെയ്യുവിൻ എന്ന ഈ ഹദീസിനെ വ്യാഖ്യാനിക്കട്ടോ. വൽ മുറാദു ബി ഖൗലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിന്റെ ഉദ്ദേശം ഏത് വാക്ക്? ഇഖ്റഉ ഹാ അലാ മൗതാക്കും, നിങ്ങളിൽ മരണപ്പെട്ടവരുടെ മേലിൽ ആ യാസീൻ സൂറത്തിനെ നിങ്ങൾ പാരായണം ചെയ്യുവിൻ എന്ന ഈ ഹദീസിന്റെ വാക്കിന്റെ ഉദ്ദേശം. അലാ മൻ ഹളറഹുൽ മൗത്ത് കദാ ഖാല ഇബ്നു ഹിബ്ബാൻ ഫി സ്വഹീഹി, ഇമാം ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിലാണ് ഈ ഹദീസിനെ സ്വഹീഹായി കൊണ്ടുവന്നത്. ഇഖ്റഉ യാസീൻ അലാ മൗതാക്കും എന്നുള്ള ഹദീസ് സ്വഹീഹാണ്. എന്നിട്ട് വ്യാഖ്യാനം പറയുകയാണ് ഇബ്നു ഹിബ്ബാൻ, മരണം ആസന്നമാരുടെ അടുക്കലാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. മരണം ആസന്നമാരുടെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്യുക എന്നാണ് ഇബ്നു ഹിബ്ബാൻ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചത്. എന്നാൽ വറദ്ദഹു മുഹിബ്ബു ത്വബിരി, ഇമാം മുഹിബ്ബു ത്വബിരി റളിയല്ലാഹു അൻഹു ആ അർത്ഥത്തിനെ റദ്ദ് ചെയ്തു, ആ മഅനയെ റദ്ദ് ചെയ്തു. മരണം ആസന്നമാരുടെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്യുക, അത് അങ്ങനെ അർത്ഥം വെക്കാൻ പാടില്ല. ഈ ആ അർത്ഥത്തെ റദ്ദ് ചെയ്തു. വഖാല, എങ്ങനെയാണ് അർത്ഥം വെക്കേണ്ടത്? ഇമാം ത്വബിരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലാ ലോഹിരിഹി, അതിന്റെ ലോഹിറായ അർത്ഥമാണ് വെക്കേണ്ടത്. ലോഹിറായ അർത്ഥം വെച്ചാൽ നിങ്ങളിൽ മരണപ്പെട്ടവരുടെ മേലിൽ നിങ്ങൾ ഖുർആൻ അഥവാ സൂറത്ത് യാസീനിനെ നിങ്ങൾ പാരായണം ചെയ്യുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം മരിച്ച വീട്ടിൽ മയ്യത്തിന്റെ അരികിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുവിൻ. ഇതാണ് ലോഹിറായ അർത്ഥം. ഇങ്ങനെയാണ് അർത്ഥം വെക്കേണ്ടത്. ത്വബിരി റളിയല്ലാഹു അൻഹു പറയാണ്, എന്നിട്ട് മരിച്ച വീട്ടിൽ മയ്യത്തിന്റെ അരികിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുവിൻ, ഇതാണ് ഇതിന്റെ ലോഹിറായ അർത്ഥം എന്ന്, ഇങ്ങനെയാണ് അർത്ഥം വെക്കേണ്ടത്. എന്നിട്ട് ഷൗക്കാനി പറയാണ്, വഹാദ ഹുവ സവാബു, ഇതാണ് ശരിയായ അർത്ഥം. മരിച്ച വീട്ടിൽ മയ്യത്തിന്റെ അരികിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുക, അത് തന്നെയല്ലേ മരണപ്പെട്ടവരുടെ മേലിൽ ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതാണ് അർത്ഥം വെക്കേണ്ടത്, ഇതാണ് ശരിയായ അർത്ഥം ഷൗക്കാനി പറയുന്നു. വല വജ്ഹ ലി ഇഖ്റാജിഹി അൻ മഅനാഹു അൽ ഹഖീഖിയ, ഇവിടെ ഹഖീഖിയായ മഅനയെ തൊട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്, അതിൽ യാതൊരു ന്യായമില്ല. ഇവിടെ ഹഖീഖിയായ മഅന ഏതാണ്? ലോഹിറായ അർത്ഥം. ലോഹിറായ അർത്ഥം എന്ന് വെച്ചാൽ മരണപ്പെട്ടവരുടെ മേലിൽ ഖുർആൻ പാരായണം ചെയ്യുക, ഇതാണ് യഥാർത്ഥത്തിൽ അർത്ഥം. മരിച്ച വീട്ടിൽ മയ്യത്തിന്റെ അരികിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുക, ഇങ്ങനെയാണ് അർത്ഥം വെക്കേണ്ടത്. ഇതാണ് ഒറിജിനൽ അർത്ഥം, ഇതാണ് ശരിയായ അർത്ഥം. ഷൗക്കാനി പഠിപ്പിക്കുന്നു, ഇതാണ് ഹഖീഖിയായ അർത്ഥം എന്ന്. അപ്പൊ ഇതാണ് നമ്മൾ അർത്ഥം വെക്കേണ്ടത്. ഒരിക്കലും മരണം ആസന്നമാരുടെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്യുക എന്ന് ഒരർത്ഥം ഇതിൽ നിന്ന് കിട്ടുന്നില്ല. അത് ഹഖീഖിയായ അർത്ഥമല്ല എന്ന്, അതിൽ യാതൊരു ന്യായമില്ല. വലാ വജ്ഹ, ന്യായമില്ലാത്ത കാര്യമാണ് അത്.